ഞാൻ എന്നെ അതിൽ കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയാ പേഴ്സണലി ലൈക്ക് ചിരിച്ചോണ്ട് വിത്ത് മമ്മൂക്ക ഷെയറിംഗ് ദ സ്ക്രീൻ ഐ എം വെരി ഹാപ്പി. ഒരു പ്രണയരംഗങ്ങൾ ബസ്സിലുള്ള പ്രണയരംഗങ്ങളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നല്ലോ. അതിനെ കുറിച്ച് എന്താണ് ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഒരു മലയാളത്തിലെ ഇല്ലാതെ ഇന്ത്യൻ സിനിമയുടെ ലെജൻഡിന്റെ കൂടെ അങ്ങനെ ഒരു നായിക വേഷം തന്നെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമാണല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? ആ ഒരു സ്പേസ് ആസ് എൻ ആക്ടർ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് രസമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇനി ഇനി അങ്ങനത്തെ സ്ക്രീൻ സ്പേസ് എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. ഇപ്പോ വിനായകൻ എന്ന് പറഞ്ഞ നടനെ ഓഡിയനായിട്ടായിരിക്കും കണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വിനായകൻ ചേട്ടനും മമ്മൂക്ക എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ്. ആൻഡ് വിനായകൻ ചേട്ടൻ്റെ പെർഫോമൻസ് ഞാൻ നേരിട്ടും കണ്ടിട്ടുണ്ട് ഓപ്പറേഷൻ ജാവയില്. ഇപ്പോൾ ആസ് ആൻ ഓഡിയൻസ് കാണുമ്പോഴും എനിക്കങ്ങനെ പറഞ്ഞു ഒതുക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കരവും കുറച്ച് ലെവലൊക്കെ ഉള്ള ഒരു പെർഫോമൻസ് ആണ്. കുറെ ലേൺ ചെയ്യാനുണ്ട് ആസ് ആൻ ആക്ടർ കാണുമ്പോൾ. എനിക്ക് ഇഷ്ടമാണ് അവരുടെ പെർഫോമൻസ്. എന്താണ് കാണാൻ വരുന്ന പ്രേക്ഷകരോട് പറയാം? കാണാൻ ഒരു ഈ മൂവി ഫുള്ളായിട്ട് കാണാൻ അവർക്ക് ഇഷ്ടപ്പെടും. ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് വൈസ്, ക്യാമറ, പെർഫോമൻസ് വൈസ് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. സോ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം.